പണിപ്പെട്ടാണ് കൊടുങ്കാട്ടിലൂടെ ആ സംഘം ആ വലിയ ഗുഹയ്ക്കരികിലേക്ക് വന്നത്. കാണുമ്പോൾ വലിയ പർവ്വതം പോലെ അനുഭവപ്പെടുന്ന ഒരിടം, പക്ഷെ അതൊരു വലിയ ഗുഹയാണ്. ആഴങ്ങളിൽ നിധി ഒളിപ്പിച്ചു വെച്ച വലിയ ഗുഹ. ഈ ദിവസത്തിനായി അവർ കാത്തിരുന്നത് 18 വർഷമാണ്. നീണ്ട വർഷത്തെ പരിശ്രമത്തിനു ശേഷം ഗുഹാമുഖം കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നു അവർ. അങ്ങനെ അവർ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി ചെന്നു. തണുത്ത കാലാവസ്ഥയാണ് അവരെ അവിടെ ആദ്യം വരവേറ്റത്. മുന്നോട്ട് നടക്കും തോറും ജലപ്രവാഹത്തിന്റെ ഒഴുക്ക് അടുത്തടുത്തായി വരുന്നു. എന്താണെന്ന് തിരിച്ചറിയാനാകാത്ത ഭീതി ജനിപ്പിക്കുന്ന മറ്റ് ശബ്ദങ്ങളും. ഭയം അവരിലേക്ക് അരിച്ചെത്തിയെങ്കിലും വിചാരിച്ച കാര്യത്തിൽ നിന്നും പിന്തിരിയാൻ അവർ തയ്യാറായില്ല. അവർ മുന്നോട്ട് തന്നെ നടന്നു. അവിടെ അവരെ കാത്തിരുന്നത് മറ്റൊരു ലോകമാണ്. കൊടും തണുപ്പിലും ജലപ്രവാഹത്തിനുമിടയിൽ അവർ എത്തിച്ചേർന്നത് പ്രകൃതി ഒളിപ്പിച്ചു വെച്ച മറ്റൊരു വിസ്മയ ലോകത്തേക്കാണ്. ഗുഹയ്ക്കുള്ളിലെ ആ ലോകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അതറിയാൻ വീഡിയോ മുഴുവൻ കാണൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മനുഷ്യൻ എത്തിപ്പെടാൻ കഴിയാത്ത ഇടങ്ങളോട്, ആഴങ്ങളോട്, ഉയരങ്ങളോടുമൊക്കെ വല്ലാത്ത ഒരു അഭിനിവേശം പുലർത്തുന്നവനാണ് മനുഷ്യൻ. ഈ കൗതുകം തന്നെയാണ് പല കണ്ടുപിടുത്തങ്ങൾക്കും ആധാരമാകുന്നതും. നമുക്കറിയാത്ത ലോകത്തെ ഒളിപ്പിച്ചു വെച്ച പ്രകൃതിയോട് ഒരു തരത്തിൽ മത്സരിക്കുകയാണ് മനുഷ്യരാശി. പ്രകൃതി മറച്ചുപിടിച്ച പലതും കണ്ടെത്തുന്ന കുതുകികൾ. ഭൂമിയുടെ ഗർഭപാത്രങ്ങളാണ് ശരിക്കും ഗുഹകൾ. അവിടെ ഭൂമി മറ്റൊരു ലോകം പണിതു. പ്രകൃതിയെ നശിപ്പിക്കുന്ന മനുഷ്യന്റെ കയ്യേറ്റ ശ്രമങ്ങളിൽ നിന്ന് തന്റെ ഭ്രൂണത്തെ സംരക്ഷിക്കുകയാണ് ഭൂമി. പ്രകൃതി ഭൂമിയുടെ ഗർഭപാത്രത്തിൽ ഒളിപ്പിച്ചു വെച്ച മറ്റൊരു വിസ്മയ ലോകവും മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞു. ആ ഗുഹയെക്കുറിച്ചാണ് പറയുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം കണ്ടതിനു ശേഷം മരണം പതിയിരിക്കുന്ന ഭൂഗർഭ അറകളെ കുറിച്ച് അറിയാൻ നമുക്ക് കൂടുതൽ ആഗ്രഹം തോന്നിയിട്ടുണ്ട്, അല്ലേ? ആരും അറിയാത്ത അപകടങ്ങൾ നിറഞ്ഞ ഗുഹകളുടെ കഥകൾ പുറം ലോകത്ത് ആ സമയത്ത് പലരും പറഞ്ഞു. അതുപോലൊരു ഗുഹ വിയറ്റ്നാമിലുണ്ട്. ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നാണ് വിയറ്റ്നാമിലെ ഹാങ് സോങ് ഡൂങ് ഗുഹ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഗുഹയായ ഹാങ് സോങ് ഡൂങ്ങിൽ ഒരു പരിസ്ഥിതി സംവിധാനം തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. 1990കളിലാണ് പ്രദേശവാസിയായ ഹോങ് ഗാൻഹ് ആദ്യമായി ഈ ഗുഹ കണ്ടെത്തുന്നത്. നല്ല മരത്തിനായുള്ള അദ്ദേഹത്തിന്റെ തിരച്ചിലാണ് ഈ ഗുഹാമുഖത്തേക്ക് അയാൾ എത്തിപ്പെടുന്നത്. ഗുഹയ്ക്ക് അരികിലേക്ക് എത്തിയപ്പോൾ അതിനുള്ളിൽ നിന്നും വലിയ ഇടിമുഴക്കവും നദി ഒഴുകുന്നതിന്റെ ശബ്ദവും ശക്തമായ കാറ്റിന്റെ ശബ്ദവും അയാൾ കേട്ടു. പിന്നീട് ആ പാത പിന്തുടരാൻ അയാൾക്ക് തോന്നിയില്ല. ഈ സംഭവത്തിന് വലിയ പ്രാധാന്യം നൽകാതെ അയാൾ അവിടെ നിന്നും മടങ്ങി. അപ്പോഴേക്കും ഗുഹാമുഖത്തേക്കുള്ള വഴിയും അയാൾ മറന്നുപോയിരുന്നു. പിന്നീട് പ്രദേശത്ത് പരിവേഷണം നടത്തിയിരുന്ന ബ്രിട്ടീഷ് കേവ് റിസർച്ച് അസോസിയേഷന്റെ 2 അംഗങ്ങളെ കണ്ടുമുട്ടിയപ്പോഴാണ് തന്റെ കണ്ടെത്തൽ അദ്ദേഹം തുറന്നു പറഞ്ഞത്. താൻ കണ്ടെത്തിയ ഗുഹയുടെ വിവരങ്ങൾ ഹോങ് ഗാൻഹ് വിവരിച്ചു നൽകിയെങ്കിലും ഗുഹയിലേക്കുള്ള വഴി അയാൾ പൂർണ്ണമായും മറന്നുപോയിരുന്നു. ഗുഹയുടെ കവാടത്തിൽ തങ്ങളെ എത്തിക്കാൻ പരിവേഷകർ ഹോങ് ഗാൻഹിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ നീണ്ട തിരച്ചിൽ നടത്തിയിട്ടും അദ്ദേഹത്തിന് കവാടം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഗുഹ കണ്ടെത്താനാകാതെ പരിവേഷകരും അയാളും അവിടെ നിന്നും തിരിച്ചുപോയി. പിന്നെയും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഒടുവിൽ 18 വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ 2008ലാണ് ഗുഹാ കവാടം അദ്ദേഹം വീണ്ടും കണ്ടെത്തുന്നത്. ഗുഹാ കവാടം കണ്ടെത്തിയതോടെ ഇവിടേക്ക് പരിവേഷകരും എത്തി. 2009ൽ പരിവേഷണം ആരംഭിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് അവർ ആ ഗുഹയിലേക്ക് ഇറങ്ങിയത്. അതിനുള്ളിൽ അവരെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന ഒരു ലോകമായിരുന്നു. ഗുഹയിൽ കയറിയ പരിവേഷകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം പ്രകൃതി അതുവരെ എല്ലാവരുടെയും കണ്ണിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച മറ്റൊരു വലിയ ജൈവലോകം. 9 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഈ ഗുഹയുടെ പ്രധാന പാതയ്ക്ക് 5 കിലോമീറ്റർ നീളമുണ്ട്. ഈ ഗുഹയ്ക്കുള്ളിൽ ഭൂഗർഭ നദികളും അതിപ്രാചീനമായ ഫോസിലുകളും മത്സ്യങ്ങളും കീടങ്ങളും ചെടികളും മരങ്ങളും അങ്ങനെ ഭൂമുഖത്തുള്ള പലതുമുണ്ട്. ഗുഹയ്ക്കുള്ളിലെ മറ്റൊരു ഭൂമി. 2 മുതൽ 5 ദശലക്ഷം വർഷം വരെ പഴക്കം ഇതിനുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഗുഹയുടെ മേൽക്കൂര 2 തകർന്നതിനാൽ സൂര്യപ്രകാശം ഗുഹയ്ക്കുള്ളിലേക്ക് എത്തും. ഗുഹയുടെ ഭൂഗർഭ നദിയുടെ സാന്നിധ്യം മൂലം ഇതിനുള്ളിൽ ഒരു വനം തന്നെ വളരുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഗുഹയ്ക്കുള്ളിൽ സ്വന്തമായൊരു കാലാവസ്ഥയുമുണ്ട്. മധ്യ വിയറ്റ്നാമിലെ ക്യാൻ ബിങ് പ്രാവിശ്യയിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലത്ത് ഈ ഗുഹയിലേക്ക് പ്രവേശനാനുമതി ഇല്ലായിരുന്നെങ്കിലും പിൻകാലത്ത് അനുവാദം നൽകുകയായിരുന്നു. നിലവിൽ ഓക്സാലിസ് അഡ്വഞ്ചർ എന്ന ഒരു കമ്പനിക്ക് മാത്രമാണ് ഇതിനുള്ളിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകാനുള്ള അനുമതിയുള്ളത്. ഈ ഗുഹയ്ക്കുള്ളിൽ വളരെ വിചിത്രമായ ചില ജീവികൾ വസിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. എന്നാൽ ഇതിന് ശാസ്ത്രീയമായ പിൻബലങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ ഗുഹയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.